കഴിച്ചോ നിങ്ങളെല്ലാവരും? ഇല്ലേ? നമുക്ക് വേഗം പരിപാടി നിർത്തിട്ട് കളിക്കാൻ പോകാം. ഓക്കെ, എങ്ങനെയുണ്ട്? ടീസർ കണ്ടോ നിങ്ങൾ? ഇഷ്ടപ്പെട്ടോ? 20th നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോവോ? ടിക്കറ്റ് എത്ര പേര് എടുത്തു? ബാക്കി ആൾക്കാർ അടിപൊളി. ഒരുപാട് പേർക്ക് അറിയില്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഓണാണ്, ടിക്കറ്റ് ഇസ് ഓൺ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സോ 20ാം തീയതി 20th ആണ് റിലീസ് ആവുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കാണത്തില്ലേ? നൈസ്. എന്താണ് മാർക്കോ ടീമിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്? കേൾക്കട്ടെ. കേൾക്കുന്നില്ല, അവിടെ ഒരു മൈക്ക് കൊടുക്കാമോ? ദ റിയൽ മാർക്കോ. ആ, പുള്ളിക്കാരൻ കുറച്ച് തിരക്കുകളാണ്. ബിക്കോസ് ആ റിയൽ മാർക്കോനെ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാനുള്ള പണിപ്പുരയിലാണ്. സോ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കാണാൻ വേണ്ടി ഹി ഈസ് വർക്കിംഗ് ഹാർഡ് ഓൺ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വരാൻ പറ്റാതിരുന്നത്. അതല്ലെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ ഹിയർ. ഓക്കെ ഓക്കെ, നൈസ്. ദിസ് ഈസ് ധ്രുവ. ധ്രുവയുടെ ഒരു കോളേജ് സ്കൂളിലെ ടീച്ചറോ? ആൽവിൻ സർ. ആൽവിൻ സർ എവിടെയാണ്? ആ, പുള്ളിക്കാരന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഈ സിനിമയിൽ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ ധ്രുവ ആൻഡ് ദിസ് ഇഷാൻ. സോ ഇഷാന്റെ ഡെബ്യൂ ആണ് ഈ സിനിമയിൽ. സോ ഒരു 2 വാക്കിൽ സംസാരിക്കാൻ ഞാൻ ധ്രുവയുടെ അടുത്ത് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. For your information, I am Gujarati. I was born in Gujarat, brought up here. So Kerala is my home now. And I love the excitement over here. Adivadiyana. In the first movie, in the first promotional event, Bharat Mata College. And I'm really happy to be here. Love your energy. And in Kerala, the hype is real for Marco. So I want you all to go and watch the movie with your family and friends. Maximum support and love and this film truly deserves all the love and support of yours. So thank you so much. Ellarum movie കാണാം. Thank you. എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ ഡെബ്യൂ പെർഫോമൻസ് മാത്രമല്ല, ഇത് എൻ്റെയും ഡെബ്യൂ പ്രൊമോഷണൽ ഇവന്റ് ആണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഈ ഡിസംബർ 20ാം തീയതി ഇത് നമ്മൾ 3 പേരുടെ ഹാർഡ് വർക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഹാർഡ് വർക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഷെരീഫ് മുഹമ്മദ്, നമ്മുടെ ഡയറക്ടർ ഹനീഫ ദേവി, പിന്നെ നിങ്ങളെല്ലാവരും മാർക്കോ ഉണ്ണിമുതന്റെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണിച്ച സപ്പോർട്ട്, നമ്മുടെ മ്യൂസിക്കും പോസ്റ്ററും ടീച്ചറും എല്ലാം റിലീസ് ചെയ്ത സമയത്ത് നിങ്ങൾ അത്രയും സപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. അതേ സപ്പോർട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പടം റിലീസാകുമ്പോൾ. അപ്പോൾ എല്ലാവരും ഏറ്റവും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, മാർക്ക് പോയി കാണുക. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ട ഒരു പ്രാവശ്യം മാത്രമല്ല, 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാം. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മലയാള സിനിമയിൽ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു അസ്തറ്റിക്, ഇങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു എൻജോയ് ദ മൂവീസ്. താങ്ക് യു സോ മച്ച്. Why we should look forward to it? Reshma. Sorry. Question കേട്ടില്ല. 5 reasons we should look forward to the movie Marco. എന്താണ് ടീച്ചർ കണ്ടിട്ട് രേഷ്മയ്ക്ക് എന്താണ് തോന്നി? കേൾക്കട്ടെ. Exciting ആയിട്ട് തോന്നി. Something to look forward to. പക്ഷേ നിങ്ങൾക്ക് obviously മൂവിയുടെ അത് അറിയാമല്ലോ ഫുള്ളി. അപ്പോൾ why we should look forward to എന്നുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ.
സോ രേഷ്മയ്ക്ക് ഇതിനകത്ത് ഡിഡ് യു ഫീൽ എനിത്തിങ് ഡിഫറെന്റ്? ഒരു വേറെ അന്യഭാഷ ചിത്രങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു ഫീല് തോന്നിയോ? വെറൈറ്റി തോന്നി. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു ഓഡിയനായിട്ടാണ് സിനിമ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പൊ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് എൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്തുള്ള പുള്ളിയാണ്. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും ഒരു ഓഡിയന്റെ ഒരു വ്യൂ പോയിന്റിലാണ് സിനിമ കാണാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നമ്മൾ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ പുള്ളിക്കാരന്റെ തോട്ട് പ്രോസസ് അങ്ങനെയായിരുന്നു. അപ്പൊ what did you feel watching the teaser? Something to look forward to, action-packed ആണ്. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും ഉണ്ടാകും. സോ ഇറ്റ്സ് ഗോണ ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമയായിരിക്കും ഫോർ യു ടു ലുക്ക് ഫോർവേഡ്. ആൻഡ് നിങ്ങൾ തന്നെ സിനിമ തിയേറ്ററിൽ പോയി അങ്ങനെ കാണുമ്പോഴാണ് യു ക്യാൻ ഫീൽ ഹൗ ഡിഫറെന്റ് ഇസ് ദാറ്റ്. ഓക്കെ, Thank you. yeah, thank you. ഹലോ ഹലോ, ഇപ്പോൾ നിലവിലെ എൻ്റെ അടുത്താണ്. ഹലോ, ഹായ്. മാർക്കോ ടീമിന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റി, ജനപ്രിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ടാഗ് ലൈൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് മാർക്കോ ടീമിന് പറയാനുള്ളത്? കേട്ടില്ല ക്വസ്റ്റ്യൻ. പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റി ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ജനപ്രിയ പ്രൊഡക്ഷൻ കമ്പനി എന്നൊരു ടാഗ് ലൈൻ ഉണ്ട് മാർക്കോയുടെ ടീമിന്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് താങ്ക് യു ടു നോ ദാറ്റ് ഒരു ജനപ്രിയ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് നിങ്ങളെല്ലാവരും അതിന് പറയുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഞാൻ ഇവിടെ ചോദിക്കാം, ബിക്കോസ് ദേ ആർ ന്യൂ, അവർ പുതിയതാണ്, ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിലോട്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു വർക്കിംഗ് വിത്ത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് വിശാൽ? ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇതെന്റെ ഡെബ്യൂ പെർഫോമൻസ് ആണ്. അപ്പോൾ സിനിമയിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് ആക്ടിങ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റ് പടത്തിൽ തന്നെ ക്യൂബ്സിന്റെ കൂടെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ലക്ക് ഐ കുഡ് ഹാവ് ഹാഡ്, ബിക്കോസ് ദേ റിയലി സ്പോയിൽഡ് മീ, ദേ ട്രീറ്റഡ് മീ എക്സ്ട്രീംലി വെൽ. ആൻഡ് ഐ ഹോപ്പ് ഐ ഗെറ്റ് ടു കണ്ടിന്യൂ വർക്കിംഗ് വിത്ത് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആൻഡ് ഷെരീഫ് ഖാൻ. പിന്നെ അവരുടെ പ്രൊഡക്ഷൻ മാത്രമല്ല, അവർ ചെയ്യുന്ന പടങ്ങൾ അവരുടെ ക്രിയേറ്റീവ് സൈഡ് റിസ്ക് എടുക്കാൻ കഴിയാണ് മലയാള സിനിമയിൽ. സോ ദേ ആർ വില്ലിംഗ് ടു ടേക്ക് ആൻ എക്സ്ട്രാ സ്റ്റെപ്പ് ഫോർ ദി ഓഡിയൻസ്. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും I think Ishan പറഞ്ഞ പോലെ തന്നെ even I am a debutant, so Cubes Entertainment ശരിക്കും spoil ചെയ്തിട്ടുണ്ട്. ഷരീഫ് ഖാൻ ആയാലും the whole production team, they were the best you could find out there. And ഷരീഫ് ഖാൻ ആണെങ്കിൽ he made us feel like family, so we felt very comfortable. And I think they've set a benchmark out there that this is how a typical big bang production house is supposed to be. So I really love working with Cubes and Sharif Khan. So thank you to hear that. ഒരുപാട് നിങ്ങളുടെ ഫസ്റ്റ് ഡെബ്യൂ സിനിമയിൽ തന്നെ ഞാൻ കുറച്ച് കുഴപ്പമില്ലാത്ത മലയാളവും തമിഴും ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പറയുകയാണെങ്കിൽ എനിക്ക് ഞാനപ്പോൾ ഷെറിഫിനെ ഞാൻ ഇച്ചാക്കാന്നാണ് വിളിക്കുന്നത്. സോ ഈസ് ലൈക്ക് മൈ ബ്രദർ. സോ പുള്ളിക്കാരൻ്റെ ക്വാളിറ്റീസ് ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ റൈറ്റ് ഫ്രം ദ ബിസിനസ്, പുള്ളിക്കാരൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ബിസിനസ് ഉണ്ട്, പിന്നെ ഇന്റീരിയർ ഡിസൈൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഈസ് ഓൾവേസ് ലവ് ടു ഡെലിവർ ദ ബെസ്റ്റ്, എപ്പോഴും ഒരു ബെസ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അതിനു വേണ്ടി ലൈക്ക് ഹി യൂസ് ടു ലൈക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ബെസ്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഒരു സംഭവം, ഈ സോങ് അല്ല വേറൊരു സോങ് അല്ല ഇറങ്ങിയ സമയത്ത് ഓഡിയൻസിൻ്റെ അവിടുന്ന് അവർ പറഞ്ഞു കുറച്ചും കൂടി വേറൊരു ഫീലുള്ള, ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, വേറെ ആൾക്കാർക്ക് വേറെ രീതിയിലുണ്ടായിരുന്നെങ്കിൽ അത് ഇഷ്ടപ്പെടാം എന്നുള്ള രീതി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എല്ലാവരും അഭിപ്രായങ്ങൾ എടുത്തിട്ട് he thought okay fine we'll give another version towards it.
അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം എക്സ്പീരിയൻസിങ് ഫ്രം എ പ്രൊഡക്ഷൻ ഹൗസ്. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുമെന്നുള്ള രീതിയിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. പക്ഷെ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് റിയലി സ്പെഷ്യൽ ടു മീ. ആൻഡ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു അഭിപ്രായം? വാട്ട് ഡിഡ് യു ഗൈസ് തിങ്ക് അബൌട്ട് ഇറ്റ്? ആരാ ചോദിച്ചാൽ കുട്ടിയോട് പോയി? ആ, ചോദ്യം ചോദിച്ചിട്ട് കളഞ്ഞാണ് കുട്ടി. പിന്നെ അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ആണോ? അടിപൊളി. ശരിയല്ല. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇപ്പോ ഈ പടത്തില് ഹൈപ്പ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാത്തിലും ഹൈപ്പ് വന്നിട്ട് നമ്മളെ നിരാശപ്പെടുത്തലാണ്. ഈ മാർക്കോ നമ്മളെ നിരാശപ്പെടുത്തുമോ അതോ ചോരക്കളിയാവോ? ചോരക്കളി അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. ടീച്ചറിലൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ടോ കുറച്ച് വയലൻസ് ഉള്ള സിനിമയാണ്. സോ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ നമുക്ക് ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും ആസ് എ ഹോൾ ടീം എല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യമുണ്ട്, ഒരു പാട്ട് പാടാൻ പറ്റും. മാർക്കോന്റെ പാട്ടാണ് ഏതെങ്കിലും പേരെന്താണ്? നിജാസ്. ഇജാസ് ആരാണ്? നമുക്ക് കുറച്ച് ചോദ്യോത്തരത്തിൽ കഴിഞ്ഞിട്ട് പോരെ പാട്ട്? പോകുമ്പോ പോരെ? മതി മതി മതി. ഞാനിവിടെ കോളേജിൽ മുമ്പ് വന്ന് എന്റെ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? ഇനി കേട്ടാ ചിലപ്പോ ഇത് നിൽക്കുകയല്ല. പുതിയ പിള്ളേരല്ലേ, കേട്ടിട്ടില്ല. പുതിയ പിള്ളേരല്ലേ, കേട്ടിട്ടില്ല. പുതിയ പിള്ളേരാ? ഞാൻ വന്നിട്ട് 2 വർഷമായെന്ന് തോന്നുന്നു. അല്ലേ? നമ്മൾ അറിയില്ല തോന്നുന്നു. അതെ അതെ. ഇപ്പൊ പോകുമ്പോ ഞാൻ പാടാം. ഇരുന്നോട്ടെ? അടിപൊളി. ആർക്കെങ്കിലും എന്തെങ്കിലും സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റിയ 3 വാക്കുകൾ. ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന 3 വാക്കുകൾ. പേരെന്താണ്? ജോസഫ്. ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റിയ 3 വാക്കുകൾ. It will be a benchmark and it's going to be a cinematic experience on a 70mm. OTT-ലോ TV-ലോ വന്ന് കാണുന്നതിനേക്കാൾ പകരം 70mm കാണാൻ ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നത്തെ ഒരെണ്ണം കൊടുക്കാല്ലേ? എല്ലാം കൂടി ഞാൻ പറഞ്ഞ മോശം കൊടുത്തില്ലേ? പിന്നെ violence and bloodshed. Something I think you will not see in this genre. It is something very different. ഇമോഷനുണ്ട്, ഫാമിലി ഉണ്ട് കേട്ടോ. വയലൻസ് മാത്രമല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മളിപ്പോൾ റീസെന്റ് മലയാളത്തിൽ നമ്മൾ യൂത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വയലൻസ് എന്ന് പറയുന്നത് കില്ലു ആനിമലൊക്കെയാണല്ലോ. അപ്പൊ ഈ മോസ്റ്റ് വയലന്റ് മലയാളം മൂവി ടാഗിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ അതിന് പ്രതീക്ഷിക്കേണ്ടത്? മലയാളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു സംഭവം മുമ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മലയാളികളല്ലേ കൊണ്ടുപോകണം, അല്ലേ? അല്ലേ? സോ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Let this be a benchmark for the Malayalam movie, Malayalam industry എന്ന് വിചാരിക്കാം. ഹായ്. Hi. ഈ വണ്ടിപ്രാന്തന്മാർക്ക് ഹാപ്പിനെസ് നൽകുന്നതിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടോ മൂവിയിൽ? അതെന്തെങ്കിലും എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. വണ്ടി ഇഷ്ടമാണോ? കുട്ടിയുടെ പേരെന്താ? മുസ്കാൻ. മുസ്താൻ. മുസ്കാൻ. മുസ്താൻ. മുസ്കാൻ. മുസ്കാൻ. ഹായ് മുസ്കാൻ. ഈ പെൺകുട്ടികളുടെ പേര് എന്റെ തലയിൽ കേൾപ്പില്ല, അതാണ് ഒരു പ്രശ്നം, അല്ലേ? അപ്പോ മുസ്കാൻ വണ്ടി ഓടിക്കോ? ആ കുറച്ച്. ഏതാണ് ഇഷ്ടം? ഏതാ ഇഷ്ടം ചെയ്യുന്നു? ഡിഫെൻഡർ. ഡിഫൻഡറോ? യെസ്. ഡിഫൻഡർ ഇഷ്ടമാണ്. കൂടുതലൊന്നും ചോദിക്കുന്നു. ഇത്ര വണ്ടി ഇഷ്ടമാണ് കൂടുതൽ. ചോദ്യം മാത്രം ചോദിച്ചോ, ഉത്തരം അറിയില്ല. സോ വണ്ടി പ്രാന്തന്മാർക്ക് ബേസിക്കലി ഇച്ചാക്ക ബേസിക്കലി ഷെറിഫക്ക. സോ പുള്ളിക്കാരൻ മമ്മൂക്കയെ പോലെ ഒരു വണ്ടിപ്രാന്തനാണ്.
എനിക്ക് തോന്നുന്ന ഒരുപാട് വണ്ടികൾ ഈ ഉള്ള കാലത്തിൽ ഒരുപാട് വണ്ടികൾ പുള്ളിക്കാരൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരു ഫംഗ്ഷന് വന്നപ്പോൾ നമ്മുടെ പുറത്ത് കിടക്കുന്ന ഈ ഡിഫൻഡറിലാണ് വന്നത്. ഇത് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ഡിഫൻഡറാണ്, എൻ്റെ എച്ചാക്കയുടെ ഡിഫൻഡറാണ്. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിരുന്നത് എൻ്റെ ആണോ ഡിഫൻഡർ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അല്ല, എൻ്റെ ചേട്ടൻ്റെ ആണ്. എനിക്ക് അത്രയുള്ള ശമ്പളം ഒന്നും ആയിട്ടില്ല. സോ ഈ സിനിമയില് ഈ വണ്ടിയാണ് മാർക്കോ ഉപയോഗിക്കുന്നത്. So it is Marco's car in the movie. അങ്ങനെ ഒരുപാട് കാറുകളുണ്ട് അല്ലേ ഇഷ? നിറയെ കാറുകളുണ്ട്. റൈറ്റ് ഫ്രം ദ പൂജ തുടങ്ങിയിട്ട് തന്നെ if you would have seen ഒരുപാട് കാറുകൾ ഈ സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് കാർ ലവേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രംഗങ്ങളുണ്ട്. അപ്പൊ ആ ഒരു മൂന്നാമത്തെ ചോദ്യം, 3 കാര്യങ്ങളും ചോദിച്ച് പുള്ളിയുടെ അടുത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ the car lovers will love to watch this movie. കാർ പരിപാടി അവിടെ പിന്നെ ഹായ്, എനിക്ക് ഇഷാനോടാണ് ചോദിക്കാനുള്ളത്. ആരോടാ? ഇഷാൻ. Yes. മാർക്കോടെ ഹൈപ്പ് ഓവർ ആണെന്ന് പറയുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈപ്പ് ഓവർ ആണെന്ന് വെച്ചാൽ അവസാനം ഒരു പടം സക്സസ് ആക്കുന്നത് നിങ്ങൾ തന്നെയാണ്, ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഒരു ഹൈപ്പ് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയത് മാത്രമല്ല, നിങ്ങളും ഇഷ്ടപ്പെട്ട കാരണമാണ് ഇത്രയും ഒരു ഹൈപ്പായിട്ട് ഈ ഒരു ലെവലിൽ എത്തുന്നത്. അത് നമ്മുടെ പ്രൊമോ വീഡിയോസ് ആയി അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ കാരണമായിരിക്കും. പക്ഷെ അവസാനം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പടത്തിന്റെ ഒരു ഡെസ്റ്റിനി. അപ്പോൾ ഈ ഡിസംബർ 20-ാം തീയതി നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഈ അത്രയും ഹൈപ്പ് ജസ്റ്റിഫൈഡ് ആണോ ഇല്ലയെന്ന്. പക്ഷെ എന്തായാലും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിരിക്കില്ല. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഈ പടത്തിൽ. അത് നമ്മുടെ 100% ഗ്യാരണ്ടിയാണ്. അത് ചിലപ്പോൾ ആക്ഷൻ കൊറിയോഗ്രഫി ആയിരിക്കും, അത് ചിലപ്പോൾ ഇതിന് മ്യൂസിക് ആയിരിക്കും. നമ്മൾ രവി ബസ്രൂരാണ് ഇതിന് മ്യൂസിക് ചെയ്യുന്നത്, KGF സലാറൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ഷനാണ് ഇതിന് മ്യൂസിക് ചെയ്യുന്നത്. ഇതിന്റെ പെർഫോമൻസ് ആണെങ്കിൽ ഇതിന്റെ സിനിമറ്റോഗ്രഫി ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം എന്തായാലും മാർക്കോയിൽ ഉണ്ടാവും. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അതെ, ഈ ഡാപ്സിയെ മാറ്റി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആദ്യം ഡാപ്സി ഉണ്ടാക്കുന്ന ഒരു സോങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരു ഡാപ്സിനെ മാറ്റിയിട്ടില്ലല്ലോ. അല്ല, ഡാപ്സിയായിട്ട് വീണ്ടും അതന്നെ വേറൊരാളെ ചെയ്യിച്ചു. ഒരു പാട്ടിന്റെ 2 വേർഷൻ അല്ലേ ഉള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരും മാറ്റുന്നില്ല. അങ്ങനെയല്ല, ഒരു പാട്ടിന്റെ 2 വേർഷൻ. ഡാപ്സി ഒരു വേർഷൻ പാടും, പിന്നെ വേറെ സന്തോഷ് മിക്ക് ഒരു വേർഷൻ പാടും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു വേർഷൻ കൊടുക്കാൻ പറ്റി. ഇതിന്റെ പ്രൊഡക്ഷൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിനാണെങ്കിലും ഷെരീഫിലേക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഇത് ഡെലിവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളങ്ങനെ ആരും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ അറിഞ്ഞപ്പോൾ വാട്ട് എവർ ഇൻ ദ ലിമിറ്റേഷൻ. ഇപ്പൊ നാളെ ഒരു സിനിമ എടുത്ത് കഴിയുമ്പോൾ അതിൽ ഡയറക്ടറിനെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ആൻസൺ ബോർഡെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിയിട്ട് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ബേസിക്കലി എന്ത് പുള്ളിയുടെ ലിമിറ്റേഷൻ എന്തുണ്ടോ അത് ചെയ്യാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ അടുത്ത സിനിമയിൽ നമ്മൾ അതിന് ബെറ്റർ ആക്കും. താങ്ക് യു. ഫിലിമിൽ ആരുടെ വേർഷനാണ് വരാൻ പോകുന്നത്? പാട്ടിൽ ആരുടെ വേർഷനാണ്? സിനിമയിൽ ആദ്യ വേർഷൻ ആയിരിക്കും വരുന്നത്. അത് ഡിസംബർ 20-ാം തീയതി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമുക്ക് കാണാം. ഞാനും എക്സൈറ്റഡ് ആയിട്ട് അത് വെയിറ്റ് ചെയ്യുവാണ്. ക്യാമിയോ റോളിൽ നിവിൻ പോളി ഉണ്ടോന്നോ? ഉണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ? ആൻസർ ആ മൈക്കൊന്ന് നായി കൊടുക്കൂ.
ഒരു കാര്യം ചെയ്യാനാ ഇത് നായിക ഗർവ. അപ്പോൾ മാഡത്തിന്റെ ഫസ്റ്റ് ഫിലിമാണ്, ഡെബ്യൂ മൂവിയാണല്ലോ. നമ്മളെപ്പോഴും നായികമാരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുന്ദരിയായി വളരെ ചാർമിംഗ് ആയി അങ്ങനെ ഒരു ആക്ട്രസ് തന്നെയാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി മാർക്കോയിൽ എപ്പോഴും മാർക്കോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലഡി ബ്രൂട്ടൽ മേക്കപ്പ് ആണെന്ന് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു സുന്ദരിയായ നായികനെയാണ് പ്രതീക്ഷിക്കേണ്ടത്, അതോ ഈ ബാക്കിയുള്ളവരെ കാണുന്ന പോലെ ഒരു ബ്ലഡി ഷെഡ് അങ്ങനെ ഒരു ബ്ലഡ് ഷെഡ് നായികനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ മാർക്കോയിൽ എല്ലാ ഷെയ്ഡ്സ് ഉണ്ട്. ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു സീ ഇറ്റ് in all kinds of ways. രണ്ടും ഉണ്ട്. Emotions and as Cheka said, it's a complete package. Bloodshed, violence, emotions, brotherhood, എല്ലാം ഒട്ടിനുണ്ട്. So ബാക്കി I think you can discover it on 20th December. Thank you. ഹലോ ഇപ്പൊ മിക്ക ത്രില്ലേഴ്സും കഥ ഒരു അവസാനത്തിലേക്ക് വരുമ്പോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതും അങ്ങനെ തന്നെ ആവോ? മനസ്സിലായില്ല? ക്രൈം ത്രില്ലേഴ്സ് മിക്കതും അവസാനത്തിലേക്ക് വരുമ്പോ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇതും അതുപോലെ ആവോ? അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സോ ഒബ്വിയസ്ലി ഓരോ കഥകൾക്കും വ്യത്യാസങ്ങൾ കാണിക്കുമല്ലോ, അല്ലേ? ക്രൈം ത്രില്ലറിനകത്ത് നമുക്ക് എന്താണ് വ്യത്യാസമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു എക്സ്പെക്ട്? വരൂ, എനിക്ക് കേൾക്കുന്നില്ല. പേരെന്താ? നവ്യ. നവ്യ. ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടമാണ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഏതാണ് ലാസ്റ്റ് ആയിട്ട്? അപ്പൊ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ക്രൈം ത്രില്ലറിൽ? ഒരാള് കുറ്റം ചെയ്യുന്നു, അയാള് പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു, അതാണ്? ആ ഏകദേശം അങ്ങനെയാണല്ലോ മിക്കവാറും അങ്ങനെയാണ് നടക്കാറ്. അപ്പൊ നമ്മള് ഊഹിക്കാൻ പറ്റാത്തൊരു ക്ലൈമാക്സ് വരും. ഒട്ടും ഊഹിക്കാൻ പറ്റാത്ത ക്ലൈമാക്സ് വരും. എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ആയിരിക്കത്തില്ലായിരിക്കും ക്ലൈമാക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. സോ ഇറ്റ് വിൽ ബി എ സർപ്രൈസ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഭാരത്മാനിലെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നെന്ന് തോന്നുന്നു. നിങ്ങളെ സംശയം ചോദിച്ച് കുഴപ്പിച്ചില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രമാത്രം ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വെരി ഇന്റലക്ച്വൽ പീപ്പിൾ. ഭയങ്കര മൂവി പശ്ചാത്തലം. ഭാരത് മാതാ കോളേജിലെ എന്താണ് ഇവിടെ സിനിമയാണോ പഠിപ്പിക്കുന്നത്? സിനിമയാണോ? എല്ലാം അടിപൊളി. അതാണ് ഭാരത് മാതാ കോളേജ്. ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. മലയാളത്തിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വയലൻസ് മാത്രമാണോ? മാർക്കോടെ റൊമാൻസ് എന്തെങ്കിലും കാണാൻ പറ്റും? റൊമാൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഇമോഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ വയലൻസ് വരത്തുള്ളൂ.